ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ നടത്തിയ ലക്ഷ്മിപ്രിയയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടി അൻസിബ ഹസൻ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഒരു അഭിമുഖത്തിൻ്റെ ഇടെയാണ് ലക്ഷ്മിപ്രിയ നടത്തിയ ആക്ഷേപകരമായ പരാമർശം നടത്തിയതെന്ന് ആരോപിക്കപ്പെടുന്നു. അഭിമുഖം നടത്തിയയാൾക്കും പരാമർശങ്ങൾ പ്രചരിപ്പിച്ച മാധ്യമത്തിൻ്റെ ഉടമയ്ക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഹസൻ പറഞ്ഞു. ഇനി ലക്ഷ്മിപ്രിയയ്ക്കെതിരെ അൻസിബ ഹസൻ നടത്തിയത്. ലക്ഷ്മിപ്രിയയ്ക്കും ക്യാൻ ചാനൽ മീഡിയ അൻസിബ ഹസൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഓഴ്സ് എന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ 2 പ്രതിനിധികൾക്കുമെതിരായ പരാതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കാൻ വിസമ്മതിച്ച വിചാരണ കോടതിയുടെ നടപടിയെ ചോദ്യം ചെയ്ത് മലയാള നടി അൻസിബ ഹസൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ലക്ഷ്മിപ്രിയ കാൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിൽ തൻ്റെ എളിമയെ പ്രകോപിപ്പിക്കുവാനും പ്രശസ്തിക്ക് കോട്ടം വരുത്തുവാനും ഉദ്ദേശിച്ചുള്ള ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ഉണ്ടെന്ന് അൻസിബ ഹസൻ വാദിച്ചു. ഇതിനെതിരെയാണ് കേസ്. ലക്ഷ്മിപ്രിയയുടെ അഭിപ്രായങ്ങളും അത്തരം ഉള്ളടക്കത്തിൻ്റെ പ്രചാരണവും അവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണെന്ന് അവർ വാദിച്ചു. എന്നിരുന്നാലും ജൂലൈ 27 എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഈ വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടണമെന്ന അവരുടെ അപേക്ഷ തള്ളിക്കളഞ്ഞു. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSSയുടെ സെക്ഷൻ 175/3 പ്രകാരമുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാൻ മജിസ്ട്രേറ്റ് കോടതി വിസമ്മതിച്ചു. ഒരു കേസെടുക്കാവുന്ന കുറ്റകൃത്യം വെളിപ്പെടുത്തിയാൽ പോലീസ് മുമ്പ് കേസ് രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചാൽ FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശിക്കാൻ ഈ വ്യവസ്ഥ മജിസ്ട്രേറ്റുകൾക്ക് അധികാരം നൽകുന്നു. ഈ വഴിക്ക് പോകുന്നതിന് പകരം വിഷയം ഒരു സ്വകാര്യ പരാതിയായി തുടരാമെന്ന് വിചാരണ കോടതി പറഞ്ഞു. എന്നാൽ അതനുസരിച്ച് സ്വകാര്യ പരാതി നടപടിക്രമങ്ങളിൽ ഹാജരാകാനും സത്യവാങ്മൂലം നൽകാനും വിചാരണ കോടതി ഹസനോട് ആവശ്യപ്പെട്ടു. എന്നാൽ കേസെടുക്കാവുന്ന കുറ്റകൃത്യം വെളിപ്പെടുത്തിയാൽ FIR നിർബന്ധമാണെന്ന് പ്രസ്താവിക്കുന്ന BNSSൻ്റെയും സുപ്രീം കോടതിയുടെയും തീരുമാനങ്ങളുടെ നിയമപരമായ പദ്ധതിക്ക് വിരുദ്ധമാണെന്ന് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് എന്ന് വാദിച്ചുകൊണ്ടാണ് അൻസിബ ഹസൻ ഇപ്പോൾ സംഭവങ്ങളുടെ ഈ വഴിത്തിരിവിട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കേസിൽ ഡിജിറ്റൽ രേഖകളും സോഷ്യൽ മീഡിയ ഡാറ്റയും ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് തെളിവുകൾ നേടുന്നതിനും പോലീസ് അന്വേഷണം അനിവാര്യമാണെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു. അതിനാൽ ജൂലൈ 27 മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് റദ്ദാക്കി FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കണമെന്ന് അവർ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. ലക്ഷ്മിപ്രിയയും അൻസിബ ഹസനും തമ്മിലുള്ള തർക്കം തുടരുന്നതിന് ഇടെയാണ് ക്യാൻ ചാനൽ മീഡിയയ്ക്ക് ലക്ഷ്മിപ്രിയ നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ടതാണ് കേസ്. ജൂലൈ 26 പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൻ്റെ ടീസറിൽ തനിക്കെതിരെ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നുവെന്ന് അൻസിബ ഹസൻ പറയുന്നു. ആ ടീസർ ഒരു നീണ്ട അഭിമുഖത്തെ പ്രോത്സാഹിപ്പിച്ചു. അത് പുറത്തിറങ്ങിയാൽ തൻ്റെ പ്രശസ്തിക്ക് പരിഹരിക്കാനാകാത്ത നഷ്ടം വരുത്തുമെന്ന് അവർ ഭയപ്പെട്ടു. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഉടൻ തന്നെ അറിയിക്കുകയും അഭിമുഖത്തിൻ്റെ പൂർണ്ണമായ പ്രസിദ്ധീകരണം തടയാൻ ഇടപെടൽ തേടുകയും ചെയ്തിട്ടും അന്നു തന്നെ പൂർണ്ണ വീഡിയോ പുറത്തുവിട്ടതായി അൻസിബ ഹസൻ ആരോപിച്ചു. തുടർന്ന് പോലീസിൽ രേഖാമൂലം പരാതി നൽകുകയും FIR രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്ന് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിക്കുകയും ചെയ്തു. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തേടി അവർ മജിസ്ട്രേറ്റിനെ സമീപിച്ചു. സുരേഷ് എന്നിവരെ പരാതിയിൽ പരാമർശിച്ച് തന്നെ അധാർമിക സ്വഭാവമുള്ള സ്ത്രീയായി ചിത്രീകരിച്ച ഭാരതീയ ന്യായ സംഹിത 2023 BNS സെക്ഷൻ 75(4) ലൈംഗിക പീഡനം, 79 സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കൽ എന്നിവ പ്രകാരം കുറ്റങ്ങൾ ചെയ്തതായി അവർ ആരോപിച്ചു. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ആക്ഷൻ 67 ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീല ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ സംപ്രേഷണം ചെയ്യൽ, 67A ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗികത പ്രബലമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ എന്നിവയ്ക്കെതിരെയാണ് അവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മജിസ്ട്രേറ്റ് പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കേസെടുക്കാവുന്ന ഒരു കുറ്റകൃത്യവും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും പകരം ഹസൻ സ്വകാര്യമായ നഷ്ടക്കേസ് ഫയൽ ചെയ്യാമെന്ന് പോലീസ് ബോധിപ്പിച്ചു. പോലീസ് റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കാൻ വിസമ്മതിച്ചു. തുടർന്ന് ഇതിനെ ഹസൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. മലയാളം മൂവി ആർട്ടിസ്റ്റ് അസോസിയേഷൻ അമ്മ ചർച്ചകൾക്കിടെ നടൻ ടിനി ടോം തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിന് എതിരായിട്ട് അൻസിബ ഹസൻ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ മജിസ്ട്രേറ്റ് ഉത്തരവിട്ട് 1 മാസത്തിനുള്ളിൽ ഹർജി വരുന്നു. അഭിഭാഷകരായ മുഹമ്മദ് ഫിർദൌസ് IV, ജെൻഡിൽ സിഡി എന്നിവരാണ് ഹർജി സമർപ്പിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ അൻസിബ ഹസനെതിരെ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അതുപോലെ തന്നെ ഈ കേസ് വ്യാജമാണോ അതോ ശരിക്കുള്ളതാണോ എന്നറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്